തമ്പുരാട്ടി, ഞങ്ങളെ വല്ല സംശയമാണോ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ ഒരുപാട് നല്ലവരാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. കാരണം തൽക്കാലം പറയാൻ പറ്റില്ല. എന്നോട് ചോദിക്കരുത്. അച്ചാച്ചാ, നമുക്ക് പോവാം. എവിടെ പോയാ പച്ചത്തത്ത? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഒരിക്കലും ദേവേട്ടനെ കാണാതിരുന്ന എന്റെ സ്വപ്നം സ്വപ്നമായി തന്നെ ബാക്കിയായിക്കോളും. ഒരിക്കലും അത് സത്യാവില്ല. എന്റെ ദേവേട്ടനെ ഒന്നും സംഭവിക്കില്ല. എവിടെ പോയാ പച്ചക്കിളി? നല്ല നാടൻ കോഴിയായിരുന്നു. മിസ് ചെയ്ത് കളഞ്ഞല്ലോ. മണിക്കൂറുകളോളം കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിയായി നടന്നിരുന്നവളാ ഇന്ന് അജയ് മേക്കപ്പ് ഇട്ട് തരേണ്ട അവസ്ഥയാ. മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ആർക്കറിയാം? എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ ഇടുന്നത്? നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ചിടണം കേട്ടോ. എന്നും ഞാൻ എങ്ങനെയാ ഇടുന്നതെന്ന് കണ്ടിട്ടുള്ളതല്ലേ. അടങ്ങിയിരിക്കവിടെ. കഴിഞ്ഞു. എങ്ങനെ എന്നെ കാണാൻ കൊള്ളാവോ? ഇങ്ങനെ തന്നെയല്ലേ ഞാൻ ദിവസം ഇടാറുള്ളത്. അതെ ഓർമ്മലേ, വേണമെങ്കിൽ കണ്ണാടി നോക്കിക്കോ. ഓ, നിനക്ക് കാണാൻ പറ്റില്ലല്ലോ. ശീലം കാരണം പറഞ്ഞു പോയതാ. പക്ഷെ മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രൊഫഷണൽ മേക്കപ്പ് മാൻ പോലും ഇത്രയ്ക്ക് ഭംഗിയായിട്ട് ചെയ്തു തരില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ആണോ അജയ? സൂപ്പറാന്ന് അജയൻ പറഞ്ഞു. ശരിക്കും സൂപ്പറാണോ അതോ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാണോ ആവോ? എന്റെ മുഖത്ത് എന്താണോ കുത്തി വരച്ചേക്കുന്നത്? ചെറിയമ്മയോടോ വരണോടോ ഒന്ന് ചോദിക്കാം. അജയ, ഇവിടെ ഉണ്ടായിട്ടും മിണ്ടാത്തതാണോ? അജയ, കാഴ്ചയില്ലാതെ ജീവിക്കുന്നത് എത്ര വലിയൊരു ഗതികേടാ. എല്ലാത്തിനും അജയനെ ആശ്രയിച്ച പിന്നെ എനിക്ക് ഒരു വിലയില്ലാണ്ടാവും. ഇത്രയും നാളും ജീവിച്ച വീടല്ലേ, എവിടെ എന്താ ഇരിക്കുന്നതെന്നും എങ്ങോട്ടാ പോണ്ടേന്നും ഒന്ന് ശ്രമിച്ച ഊർമിള കണ്ടുപിടിക്കില്ലേ? എനിക്കാരുടെ സഹായം വേണ്ട. നിക്കട്ടെ, ഇപ്പോ നേരെ നടന്ന് ലെഫ്റ്റിലോട്ട് 4 ചൂട് വെച്ച റൈറ്റ് സൈഡിൽ ബെഡ്റൂമിന്റെ ഡോർ ഉണ്ടാവും. അതിലൂടെ പുറത്തിറങ്ങി വരുണനോടും ചെറിയമ്മയോടും സംസാരിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചു. നീ പൊളിയാ ഓർമ്മളെ. വിചാരിച്ച പോലെ തന്നെ ബെഡ്റൂമിന്റെ വാതിൽ കണ്ടുപിടിച്ചല്ലോ. അയ്യോ അമ്മാ, ഓ എന്റെ നടു ഒടിഞ്ഞെന്റെ അമ്മേ. ഇതെന്തെന്നാ? വാർഡ്രോബാണല്ലോ. ബാത്റൂമിന്റെ ഡോറിന്റെ അടുത്താണോ എത്തിയ? അമ്മാ, ഓ അയ്യോ അമ്മാ, അമ്മേ, അമ്മാ,
എന്റെ പൊന്നു തമ്പുരാനെ, അയ്യോ അമ്മേ, അമ്മേ, എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അമ്മേ, ആ, ആ, അമ്മേ, ആ, ആ, അമ്മേ, അയ്യോ അമ്മ, ആ. എന്റെ ഈശ്വര, ഈ അജയൻ എവിടെ പോയോ ആവോ? ആ, എവിടെയും പോട്ടെ, ബെഡ് കണ്ടുപിടിച്ചല്ലോ. ഇനി ഇവിടുന്ന് തന്നെ അനങ്ങുന്ന പരിപാടിയില്ല. അജയ, അജയ, എവിടെ അജയ? ഒന്ന് പെട്ടെന്ന് വാ. പിന്നെ വിളിച്ചോടനെ അങ്ങ് വരുമല്ലേ, കുറച്ചു നേരം അവിടെ കിടന്ന് വിളിക്കാം. അജയൻ എവിടുന്ന് വരാനാ? നിങ്ങൾ എത്ര വട്ടം എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളതാ, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുഴപ്പമില്ലല്ലോ, എന്തായാലും നല്ല ഓർമ്മശക്തി തന്നെ. എന്തൊരവസ്ഥയത്, ഇപ്പോഴാ മനസ്സിലായ. അജയൻ എന്നെ മൈൻഡ് ആക്കില്ല. ഞാനിങ്ങനെ ഇരുട്ടിക്കിടന്ന് ഉരുണ്ട് കളിക്കുക തന്നെ. ആരും ഇല്ലാണ്ടായല്ലോ. നമ്മളെ ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയുണ്ടായ ഇത്രയേറെ വിഷമം ഉണ്ടാവോ? ഇതൊന്നും പോരാ, നിനക്ക് നല്ല ബോധോദയം ഉണ്ടാവട്ടെ. ഇവക്ക് ഇങ്ങനെ തന്നെ വേണം. ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാന്നായിരിക്കും വിചാരം. അജയൻ വരാൻ പോകുന്നില്ല. അജയ അജയാന്ന് വിളിച്ച് തൊണ്ട പൊട്ടുന്നേ ഉള്ളൂ. ശരിയാ, ഇനി നിലവിളിക്കണ്ട. ഇനി തൊണ്ട പൊട്ടി ശബ്ദം കൂടെ പോയാൽ നന്നായിരിക്കും. അജയ, 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 ഇവിടെ ഉണ്ടായിരുന്നോ അജയ? കൊറേ നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അതെ അതെ, നിന്റെ പദം പെറുക്കല് മൊത്തം കേട്ടു. ഞാൻ അവിടെ വീണപ്പോഴോ? അപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വീണിട്ട് നിങ്ങൾക്കൊരു കുലുക്കം ഉണ്ടായില്ലേ? എന്തൊരു മനസാക്ഷിയാ. നിന്റെ മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വരുത്തിക്കണമെങ്കിലേ എന്റെ മനസാക്ഷി ഞാൻ മാറ്റി വെക്കണം. എന്തൊരു സ്വഭാവം ഇത്! പുറത്തിറങ്ങാൻ വേണ്ടി ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ബാത്റൂമിന്റെ വാതിക്കൽ വീണിട്ടും ഓടി വന്നൊന്ന് എണീപ്പിക്കാൻ തോന്നിയില്ലല്ലോ. വല്ലയിടത്തും ചെന്ന് ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, മരിച്ചു പോയിരുന്നെങ്കിലോ? കാലന് പോലും വേണ്ടാത്ത സാധനമാ നീ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ എന്ത് മല മറിക്കാനാ? കുതന്ത്രങ്ങളും ഗൂഢാലോചനയല്ലേ ഉള്ളൂ. ഇനി അതൊന്നും ഈ വീട്ടിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ ഇവിടെ നിന്റെ ഈ മുറി തന്നെ ഇരുന്നാ മതി. അതാ എല്ലാവർക്കും നല്ലത്. എന്നുവെച്ചാ ജീവിതകാലം ഇങ്ങനെ ഇരുട്ടത്ത് കിടന്ന് പെടയാനാണോ? നല്ല വെയിലത്ത് കൊണ്ട് നിർത്തിയാലും നിനക്ക് ഇരുട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് പുറത്തിറങ്ങി കണ്ടതെന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ മുറിക്കകത്ത് തന്നെ അടങ്ങിയിരിക്കാൻ നോക്ക്. അപ്പോഴേ ജീവന്റെ വില എന്താണെന്ന് മനസ്സിലാവും. അല്ല, ഞാൻ പഴയതുപോലെ കറങ്ങി നടക്കുന്നാണെങ്കിൽ വീണ്ടും കാല് തന്നെ നടുപൊടിഞ്ഞെങ്ങാനും കിടന്നിടത്ത് തന്നെ എല്ലാം സാധിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ മോള് ഇവിടെ അടങ്ങിയിരുന്നു. നിനക്ക് എന്താ വേണ്ടേന്ന് വെച്ചാ അതെല്ലാം ഇവിടെ എത്തും. അജയ, അജയ പോവാണോ? അജയ, 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 അജയ എവിടെയുള്ള അജയ? ഞാനിപ്പോ ഏത് നരകത്തിലാ ഉള്ളതെന്ന് കണ്ണില്ലാത്ത അവസ്ഥയിലും കണ്ണിനകത്ത് കുത്തി തിരികെ കാണിച്ചു തരാൻ നോക്കല്ലേ? നമുക്ക് ഇത്രയും പണവും ആഭരണങ്ങളും തന്നിട്ട് ഇനി അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും അച്ചാച്ച? രാജകൊട്ടാരങ്ങളിൽ എല്ലാവരും കാണുന്ന കുറ്റകൃത്യങ്ങളെക്കാൾ ആ കോട്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങളായിരിക്കും കൂടുതൽ. ഈ കോട്ടയിൽ എന്ത് രഹസ്യമാണാവോ? കൊച്ചമ്പ്രാട്ടി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ വഴി നോക്കുന്നതല്ലേ നല്ലത്. മറുത്ത് പറയാൻ പറ്റില്ല. പോട്ടെ, തമ്പുരാട്ടിയുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് തെറ്റായിട്ട് ഒട്ടൊന്നും ഇല്ലതാനും. കൈ നിറയെ ആഭരണങ്ങളും തന്നാ പറഞ്ഞയച്ചത്. ദേവൻ തമ്പുരാന്റെ നല്ലതിനാണെന്നല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, അതാ നല്ലത്.
വന്ന കാര്യം കഴിഞ്ഞു, അതാ പോവാന്ന് കരുതിയേ. അതെങ്ങനെയാ? കൊച്ചുമോൾക്കൊരു ജോലി ചോദിച്ചു വന്നതല്ലേ? അത് ദേവൻ തമ്പുരാനോട് സംസാരിച്ചു, പിന്നെ വരാൻ പറഞ്ഞു. ഒരു ജോലിയുടെ കാര്യത്തിന് നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് വരണം? നിങ്ങളുടെ കൊച്ചുമോളെന്ന് വിചാരിച്ചാ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടും. അതിരിക്കട്ടെ, പേരെന്താന്നാ പറഞ്ഞേ? വാസുദേവൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ കൊച്ചുമോളുടെ പേര്. കൊച്ചുമോൾക്ക് സംസാരശേഷി ഇല്ലാന്നുണ്ടോ? വസുമതി എന്നാണ് തമ്പ്ര. വസുമതിയോ? നല്ല അടിപൊളി പേരാണല്ലോ. ഇത്രയും ദൂരം വന്നിട്ട് വെറും കൈയോടെ പോയാൽ എങ്ങനെയാ? തമ്പ്രാൻ എന്തായി പറയണ മനസ്സിലാവണില്ല. ജോലി, ഞാൻ ജോലിയുടെ കാര്യമാ പറഞ്ഞത്. പോയിട്ട് വരേണ്ട കാര്യമുണ്ടോ? 2-3 ദിവസം ഇവിടെ നിന്നാ വസുമതിക്ക് ജോലിക്ക് കയറാന്നതല്ലേ ഉള്ളൂ. നല്ല ഒന്നാന്തരം ജോലി. വേണ്ട കൊച്ചമ്പ്ര, പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. ഞങ്ങള് പൊയ്ക്കോട്ടെ, പിന്നീട് വരാം. മോള് വാ. അച്ചാച്ചാ, തമ്പ്ര എന്താ ഇത്? 2 ദിവസം ഇവിടെ നിൽക്കുന്നേ, കാര്യം നടക്കും. മോള് വാ. വാ, കയ്യിന്ന് വിട്. 2 ദിവസം കഴിഞ്ഞ് പോവാന്നേ. ഇങ്ങനെ തിരക്ക് കാണിക്കല്ലേ. എന്നെ വിട് തമ്പ്ര. തമ്പുരാനെ ദൈവം ഇതവളെ വിട്ടേര്. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. കേറി വരാൻ അനുവാദം വേണ്ട, പക്ഷെ തിരിച്ചു പോവാനത് വേണം. അത് ഞാൻ തീരുമാനിക്കും. എന്നെ വിട്. തമ്പുരാനെ എങ്ങോട്ടത്? തമ്പുരാനെ എവിടേക്ക് കൊണ്ടുപോകുന്നേ? മാറിക തമ്പ്ര, ഇത് ചതിയാണ്, തെറ്റാണ്. അവളുടെ ജീവിതം തകർക്കരുത്. ചതിയാണോ വഞ്ചനയാണോന്ന് ചെന്ന് കഴിയുമ്പോ അറിയാം. മാറ് തമ്പുരാനെ, ഞാൻ കാല് പിടിക്കാൻ തമ്പുരാനെ. കൊച്ചുമോളെ വേണമെങ്കിൽ കാല് കയറി. അവളെ വിട്ടേക്ക് തമ്പുരാനെ. ഇറങ്ങ. തമ്പ്ര, തമ്പ്ര വേണ്ട തമ്പ്ര. തമ്പ്ര, തമ്പ്ര വേണ്ട തമ്പ്ര. പറയുന്ന കേക്ക് തമ്പ്ര. വീട് തമ്പ്ര, ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. തമ്പ്ര, ഞാൻ കാല് പിടിക്കാൻ തമ്പ്ര. ഞങ്ങൾ ഇനി ഈ ഭാഗത്തേക്ക് തിരിച്ചു വരില്ലേ തമ്പ്ര. ഞങ്ങളെ അച്ചാച്ചാ ഇങ്ങോട്ട് നടക്കാൻ. വരാൻ. നമ്മുടെ നാട്ടിലിപ്പോ ഒത്തിരി പേര് പഠിക്കാൻ നല്ല ആഗ്രഹം കാണിക്കുന്നുണ്ട്. അക്ഷയപാത്രം കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്കൊരു കോളേജ് തുടങ്ങണം. വരണേ. അയ്യോ തമ്പ്ര, വരണേ. എന്ത് തോന്നിയാസേ കാണിക്കുന്നേ? കാര്യം ഉണ്ടായിട്ട് തന്നെ ഇവരെ കൊണ്ടുവന്നത് ദേവ, അല്ലാണ്ട് തോന്നിവാസവും വിവരക്കേടൊന്നും അല്ല. വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ട് കടന്നു കളയാൻ നോക്കിയവരാ. അതാ ഞാൻ വഴി വെച്ച് പിടിച്ചു കയറ്റി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. എടാ, ആരെക്കുറിച്ചാ പറയുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ഇവരങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. എന്നാൽ ഇങ്ങനൊരു പെൺകുട്ടിയോട് പെരുമാറാൻ നിനക്ക് നാണോ ഇല്ലാതെ പോയല്ലോ. ആണായാൽ എന്ത്, പെണ്ണായാൽ എന്ത്, തെറ്റ് ചെയ്തത് ആരായാലും എല്ലാരും ഒരേപോലെയാ. ഇവര് നമ്മുടെ വീട്ടിൽ നിന്ന് പണവും ആഭരണവും മോഷ്ടിച്ച് കടന്നു കളയാൻ നോക്കുമായിരുന്നു. തമ്പ്ര, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. അല്ലെന്നോ? എന്നാ പിന്നെ ഇതെന്താ? എന്താണെന്നാ ചോദിച്ചേ? പറയൂ ദേവാ. എന്റെ പൊന്നു തമ്പുരാനെ, പണത്തിന്റെ കെട്ടേ, ഈ ആഭരണം. എന്റെ മോൻ പറഞ്ഞപ്പോ ഇവരങ്ങനത്തവരല്ലെന്ന് എന്ത് വിശ്വാസമായിരുന്നു. എങ്കിൽ ഇപ്പൊ എന്ത് ഉത്തരവ് ദേവ പറയാൻ പോകുന്നേ?
എന്താ വസുമതി ഇത്? ഈ പണവും ആഭരണവും എവിടുന്നാ? ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ പുതുതായിട്ട് ഇവരോട് ചോദിക്കാനുള്ളത്? ഇവരെ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്ക. വരുൺ, അവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവരൊരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എങ്കിൽ ഇതൊക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ദേവ? ഇവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരോ ചെയ്ത തെറ്റ് മറക്കാൻ ഇവർക്ക് കൊടുത്തതായിക്കൂടെ? ദേവ, വരുൺ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവര് മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് മറ്റാരെങ്കിലും കൊടുത്തതായിരിക്കും. പറയൂ വസുമതി, നിങ്ങളിത് ഇവിടുന്ന് എടുത്തതാണോ അതോ മറ്റാരെങ്കിലും തന്നതാണോ? ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരുന്നത്. സത്യമായിട്ട് നിങ്ങള് എന്റെ ദേവേട്ടന്റെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് വാങ്ങിച്ചോണ്ട് ഇവിടെ നിന്നും പോണം. ഞാനിത് നിങ്ങൾക്ക് തന്നുന്നുള്ളത് നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. ദയവ് ഇതിനി ഇങ്ങോട്ട് വരരുത്. ഇങ്ങനെ മുഖം കുമ്പിട്ട് നിന്നാൽ എങ്ങനെ കാര്യം അറിയാ? ശരിക്കും നിങ്ങൾ മോഷ്ടിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ തന്നതെന്ന് പറഞ്ഞൂടെ? പറയ്, ഈ കളവ് ആരുടേതാണെന്ന് പറയ്. ഇവര് മോഷ്ടിച്ചതാന്ന് കരുതി വരുൺ പിടിച്ചോണ്ട് വന്നിരിക്കുക. പക്ഷെ ഇവരോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ? ഇപ്പൊ ഞാനാണ് ഇവർക്ക് ഇതെല്ലാം കൊടുത്തതെന്ന് പറഞ്ഞ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയും? സത്യം പുറത്തറിയാതെ ഈ ആപത്തിന്ന് ഒന്ന് രക്ഷിച്ചു തരണേ. എന്നെ ഒത്തിരി പരീക്ഷിക്കരുതേ. പറയോ അതോ ഞാൻ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യിക്കണോ? ഇത്രയും ചോദിച്ചിട്ട് പറയുന്നില്ലെങ്കിൽ ഇവര് തന്നെയായിരിക്കും മോഷ്ടിച്ചത്. ഇനി എന്തിനാടെ നോക്കി നിൽക്കുന്നേ? പോലീസിനെ വിളിക്കടാ. അതിന്റെ കാര്യമൊന്നുമില്ല വരുൺ. ഇവർക്കിത് ഞാനാ കൊടുത്തത്. നീയാ കൊടുത്തതെന്നോ? അതെ ഇന്ദുമേ, ഞാൻ തന്നെയാ കൊടുത്തേ. അതെനിക്ക് അറിയായിരുന്നു വൈദേഹി, നീ കൊടുക്കുന്നത് ഞാൻ കണ്ടതല്ലേ. പക്ഷെ അത് നിന്റെ വാ കൊണ്ട് പറയിച്ച് നിന്നെ കള്ളിയാക്കാനല്ലേ ഞാൻ നോക്കിയത്. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടല്ലേ? വരുണേ, സൂക്ഷിച്ച് സംസാരിക്കണം. പറഞ്ഞില്ലെന്താ തെറ്റ്? എല്ലാരും അറിഞ്ഞുകൊണ്ട് കൊടുത്താ അത് ദാനമാണെന്ന് പറയാം. രഹസ്യമായിട്ട് കൊടുക്കുമ്പോ കളവ് തന്നെയല്ലേ? എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം, അത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്നുള്ളതാണ്. എന്തായാലും അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത രണ്ട് പാവം മനുഷ്യരെ നീ മോഷ്ടാക്കളാക്കി മാറ്റിയത്. തെറ്റെല്ലാം വൈദേഹി ചെയ്തിട്ടും എന്റെ മോനെ കുറ്റം പറയുന്നു ദേവ. ഇരുചെവി അറിയാത്ത രീതിയിൽ എന്തിനാ അവൾ അത്രയും കാശ് കൊടുത്തെന്നുള്ള കാരണം ഇപ്പൊ അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി. എന്തിനാ അവള് പണം തന്നെ? ഈ വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് എങ്ങനെ ഇവര് പറഞ്ഞു കളയോ? വന്ന ദേവേട്ടന് ആപത്താണെന്ന് പറയോ? തിരുമേനിയാണെങ്കിൽ ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞിരിക്കുക. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്താ നീ അങ്ങനെ നോക്കുന്നേ? പറയ്. ഇത്രയും കെട്ട് പണവും ഈ ആഭരണങ്ങളും വൈദേഹി നിങ്ങൾക്ക് എന്തിനു തന്നു?
വരുൺ, അത് ഈ കുടുംബത്തിലെ മാത്രം കാര്യമാണ്. അത് ഇവരുടെ മുമ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. വാസുദേവേട്ടാ, ഇതെന്റെ ഭാര്യ നിങ്ങൾക്ക് സമ്മാനിച്ചതാണെന്ന് അറിയാതെ വരുൺ നിങ്ങളെ തെറ്റിദ്ധരിച്ച് ഇതുപോലെയൊക്കെ